സ്മരണകളിരമ്പുന്ന ഈ അധ്യാത്മ കേന്ദ്രത്തിൽ നിന്ന് ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ മരുതൻകുഴിയിലെ കേരളാശ്രമത്തിൽ നിന്ന് വിഷുക്കൈനീട്ടവും വാങ്ങി മടങ്ങുമ്പോൾ എത്രയെത്ര ദീപ്തമായ ഓർമ്മകളാണ് മനസ്സിൽ അയവിറക്കുന്നത്. ഈ അധ്യാത്മ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് എത്രയെത്ര പുണ്യചരിതന്മാർ ഈ പടിക്കെട്ടിലൂടെ കയറിപ്പോവുകയും തിരിച്ചിറങ്ങി അങ്ങ് അകലെ അനന്തതയിലേക്ക് ലയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ആദ്യകാല പ്രവർത്തകരായ മോഹൻജി എന്ന മോഹൻകുമാർ സാർ, മനോഹരൻ സാർ തുടങ്ങി പേരോർമ്മയില്ലാത്ത എത്രയെത്ര സുഹൃതികൾ ഈ പടിക്കെട്ടിലൂടെ കടന്നുപോയി. ഈ ആശ്രമം ഇവിടെ സ്ഥാപിച്ചതാകട്ടെ മഹാനായ ടാൻഡൻ ഗോപാലകൃഷ്ണൻ എന്ന വിദ്യാഭ്യാസ വിചക്ഷണനും ആധ്യാത്മിക ആചാര്യനുമായ പുണ്യശ്ലോകനാണ്. ഈ ആശ്രമം ഇവിടെ സ്ഥാപിക്കുന്നത് വഴി ഒട്ടേറെ പേർക്ക് ആധ്യാത്മിക പാതയിലേക്ക് കടന്നു വരുവാനും ഇവിടെ സുദർശനക്രിയ തുടങ്ങിയ നിരവധി ആധ്യാത്മിക സാധനകളിലൂടെ ജീവിതത്തിലെ പരാജയങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും കയറാനും അവസരം ലഭിച്ചു. ഈ പുണ്യസങ്കേതത്തിൻ്റെ പരിപാവനമായ നാമം ഇന്ന് ലോകമെങ്ങും വിഖ്യാതമാണ്. ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ഈ കേരളാശ്രമത്തിൽ വിഷു സംവത്സരത്തിലേക്ക് കടക്കുന്ന ഈ പുണ്യദിനത്തിൽ എല്ലാത്തിനും സാക്ഷിയായി ജഗദ്ഗുരുവായ ശ്രീ രവിശങ്കറുടെ ഛായാചിത്രം. ഓം നമഃ ശിവായ.